ഒരിക്കലുമില്ല. ലാൽ സാറിൻ്റെ പ്രോജക്റ്റ്, ലാൽ സാർ ഇല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റാണത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ബാൻഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ആശയമായിരുന്നു ദ ലാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മകളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 96 എൻ്റെ ഓർമ്മകളെ കൊണ്ടുപോകുന്നുണ്ട് കാലാപാനിയിലെ പാട്ടുകൾ. ഞാനിപ്പോഴും ചെമ്പൂവേ എന്നുള്ള പാട്ട് കേൾക്കുമ്പോഴും ആറ്റുരമ്പിലെ എന്നുള്ള പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് 96 ഞാൻ ആയിരുന്ന അവസ്ഥകൾ എൻ്റെ മനസ്സിലേക്ക് എനിക്ക് എത്തുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഏതൊരു മനുഷ്യൻ്റെയും മലയാള മനസ്സിൽ ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ എത്ര മോശം ജീവിതമാണെങ്കിൽ അയാൾക്ക് ഏതൊരു മോശം ലൈഫുള്ള ഒരാൾക്കും ഒരു ഹാപ്പി മൂമെൻ്റ് ഉണ്ടാവും. ആ ഹാപ്പി മൂമെൻറ്റിൽ എപ്പോഴെങ്കിലും കുറേ വർഷങ്ങളിലേക്ക് പുറകിലേക്ക് ഒരു പാട്ട് അയാളെ കൊണ്ടെത്തിക്കും ലാൽ സാറിൻ്റെ. അതൊരു ലാൽ എഫക്റ്റാണ്. അതിപ്പോൾ നമുക്ക് പഴയ ഡയലോഗുകളാവാം. ഇപ്പം നമ്മൾ തന്നെ എത്രയോ പറയുന്നു, നമുക്ക് ഓരോ സിനിമകളിലെയും ഡയലോഗുകളായാലും ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായാലും അങ്ങനെ ഒരു ലാൽ എഫക്റ്റ് എന്ന് പറയുന്ന ഏതൊരു മലയാളി മനസ്സിലേക്കും ഇറങ്ങി ചെല്ലുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം, പ്രസൻസ്, ഈ എഫക്റ്റിലേക്കാണ് നമ്മൾ കോൺസെപ്റ്റ് കൊണ്ടെത്തിയത്. അത് ഞാൻ ലാൽ സാറിനോട് പറഞ്ഞപ്പോൾ ലാൽ സാർ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നീങ്ങാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റുകളൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് സിനിമകൾ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ മാറ്റി ഇത് ചെയ്തത്. അതിന് ഒപ്പം തന്നെ ഞാൻ ഇനി ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് UK പോകാൻ വേണ്ടി നിൽക്കുകയാണ്, മ്യൂസിക് പ്രൊഡക്ഷനിൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇനി പതുക്കെ കുറച്ച് സിനിമകൾ മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുള്ളൂ. സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടേ ഉള്ളൂ. എന്താ വെച്ചാൽ അത്രയധികം അദ്ദേഹം എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ എല്ലാത്തിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്തെല്ലാം ഒരു കൗതുകം കണ്ടെത്തുന്ന അദ്ദേഹത്തിൻ്റെ വാസനയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഈ കാര്യം. ലാലിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവനിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സന്തോഷം പകരുന്ന ഒരു ഫീലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത്. ലാലിസത്തിലെ ഓരോ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരു ദിവസം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിക്കുന്നത്, എത്രയോ സമയം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം സംസാരവും വിഷയങ്ങളും എല്ലാം ലാലിസം മാത്രമാണ്. അപ്പോൾ അതൊരു ഡ്രീം പ്രോജക്റ്റാണ് ശരിക്കും. ലോകം മൊത്തമുള്ള മലയാളികളുടെ അടുത്തേക്ക് ഞങ്ങൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലും ഇമോഷൻസുമായിട്ട് ലാലിസം വരും. മാറ്റമല്ല, ഒരു ഫീൽ ഗുഡായിട്ടുള്ള അവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് മാറ്റങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഇപ്പോൾ ഈ ഷോ കാണുന്ന സമയത്ത് നമുക്ക് ഏതൊരു ഏജിൽ പെട്ട ഒരാൾക്കും, ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഷോ കാണുന്ന സമയത്ത് ഒരു 60 years ഏജ് ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ 30s ഉള്ള നല്ല മെമ്മറിയിലേക്ക് പോകാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ 36 years മുമ്പുള്ള നല്ല ഓർമ്മകളിലേക്ക് പോകാൻ പറ്റും. അവരുടെ ക്യാമ്പസിലേക്ക് പോകാൻ പറ്റും. 50 years ഉള്ളവർക്ക് അവരുടെ ക്യാമ്പസ് ഓർമ്മകളിലേക്കോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ മെമ്മറിയിൽ സൂക്ഷിക്കുന്ന നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുമാത്രമാണ്. അപ്പോൾ ലാലിസം സമ്മാനിക്കുന്ന കാര്യങ്ങൾ മാറ്റങ്ങളല്ല, ഫീൽ ഗുഡായിട്ടുള്ള ഒരവസ്ഥയാണ്. നമ്മളത് കാണുമ്പോൾ നമ്മളെ നല്ല ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ആ ഒരു അവസ്ഥയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. സംഗീതത്തിന് എപ്പോഴും ഇപ്പോൾ ലോകം മൊത്തം ബാൻഡുകളുടെ ഒരു ട്രെൻഡാണുള്ളത്. നമ്മുടെ ഇവിടെ മാത്രമാണ്, ഇന്ത്യയിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇല്ലാത്തുള്ളത്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കും. കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ശൈലികളും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ മാറും, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. എപ്പോഴും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഫ്രഷായിട്ടുള്ള, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഫ്രഷായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. അത് ഏത് തരത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. നാളെ ചിലപ്പോൾ ഈ ബാൻഡുകളുടെ ട്രെൻഡ് പോയി വേറെ എന്തെങ്കിലും ട്രെൻഡ് വരുമായിരിക്കും. അതിങ്ങനെ കാലഘട്ടം മാറ്റിക്കൊണ്ടേയിരിക്കും. മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞാലും ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെ ആയിരിക്കുമല്ലോ. ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് സ്റ്റൈലിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം സ്റ്റൈലിലോ ഒരു ക്രൂ എല്ലാവരും കൂടി ഇത് എപ്പോഴും ബിഹൈൻഡിലുണ്ട്. പക്ഷേ അതിനെ ബാൻഡ് എന്ന് വിളിപ്പേരിട്ട് നമ്മൾ വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു പാട്ട് ഉണ്ടാക്കുമ്പോൾ ആ പാട്ടിന് കീബോർഡ് പ്രോഗ്രാമറുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനെ നമ്മൾ മ്യൂസിക് ബാൻഡ് എന്നൊരു പേരിട്ട് വിളിക്കുന്നില്ല. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കാലങ്ങളായിട്ട് ഇത് തന്നെയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരാൾ ഒറ്റയ്ക്കല്ല. ഒരു മ്യൂസിക് ഡയറക്ടർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റത്തില്ല. ട്യൂൺ ഉണ്ടാക്കി അതിനെ ഓർക്കസ്ട്ര ചെയ്ത് അതിനെ കണ്ടക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ എല്ലാ ടീം. ഇന്നിപ്പോൾ അതൊരു മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിൽ ചെയ്യുന്നു. പക്ഷേ എവിടെയും കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ കാണും, അതാണ് ഡയറക്ടർ. എണ്ണം കുറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ആസ് എ മ്യൂസിക് ഡയറക്ടർ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് ജനങ്ങൾ പറയുന്നത് പല ആൾക്കാർക്കും പാട്ടുകൾ കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്, നല്ല പാട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നല്ല പാട്ടുകൾ. അത് കൊടുക്കേണ്ടത് എല്ലാവരും കൂടി വിചാരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് ഓഡിയോ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഇല്ല. ഓഡിയോ റൈറ്റ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിയോ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക,
യൂസ്ഫുൾ അല്ലാത്തൊരു സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല പാട്ട്, എന്തിനാണ് ഇത്ര രൂപ വെറുതെ ചിലവാക്കുന്നത്, ഇതിന് വിഷ്വൽ ഷൂട്ട് ചെയ്യണം, ഇതാരും കണ്ടില്ലെങ്കിൽ ഈ കഥ കാണൂ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. സിനിമയുടെ ബഡ്ജറ്റിങ്ങിലും എല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇത് ഇപ്പോൾ പിക്കറ്റ് 43 എന്ന് പറഞ്ഞ പടത്തിലെ പാട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ശുദ്ധ സംഗീതത്തിൻ്റെ ബേസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ഡിസ്റ്റർബ്ഡ് ആയ ഓർക്കസ്ട്രേഷനോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയ ഒരു ബഹളങ്ങളെ ഇല്ലാത്തൊരു ശൈലിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നല്ല പാട്ടുകൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കസിൻസ് എന്നൊരു സിനിമയിൽ ഇപ്പോൾ എം ജയചന്ദ്രൻ ചേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു പാട്ടുണ്ട്, നല്ലൊരു മെലഡി ഉണ്ട്, അതൊക്കെ നല്ല എന്തൊരു ഫീലാണ് കേൾക്കാനായിട്ട് ആ പാട്ട്. അതുപോലെ തന്നെ ഓരോ പടങ്ങളിലും അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല. ഇപ്പോൾ ദീപക്കേട്ടൻ ചെയ്ത എന്താണ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ പുഞ്ചിരി തഞ്ചി എന്തൊരു നല്ല പാട്ടാണ്, എന്ത് നല്ല ശുദ്ധ സംഗീതത്തിൻ്റെ ഫീൽ മാക്സിമം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമ്മൾ എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരിടയ്ക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ട്രെൻഡായിരുന്നു. ആ സമയത്ത് നിറയെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഏതൊരു ട്രെൻഡ് വരുമ്പോഴും ആ ട്രെൻഡിനനുസരിച്ചിട്ട് കുറേ ആൾക്കാരുണ്ടാവും, ഞങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാം, നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, നമുക്ക് ഈ വഴിക്ക് പോയാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഇവിടെ പോയാൽ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫോർമാറ്റിലുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാൾ മുന്നേ സാറ്റലൈറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഐഫോണിൽ വരെ സിനിമ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ആയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നല്ല സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോ കാലഘട്ടങ്ങളിലും ഒരു ട്രെൻഡ് വരും, ആ ട്രെൻഡ് മാറും, സ്ഥായിയായിട്ടുള്ളത് അവിടെ തന്നെ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ അവരവരുടെ ജോലിക്ക് അവർക്ക് സീരിയസ്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ കാണും. പുതിയ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലിയ അഫോർട്ടിൽ വലിയൊരു തലമുറ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതിൻ്റെ ഒരു ബാക്കിയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അതിൻ്റേതായ സീരിയസ്നെസ് വേണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും അതിനവിടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ. അല്ലാതെ ഒരു ഫീൽഡിൽ നമ്മൾ വന്നു നമ്മൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു സിനിമയിൽ നമ്മളുടെ ആ ഒരു യോയോ സംഭവങ്ങൾ തീരും. അതിനപ്പുറത്തേക്കുള്ളത് നല്ല മ്യൂസിക്കിൻ്റെ ബേസും അതിനപ്പുറത്തേക്ക് ഡെഡിക്കേഷനാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ സംഗീത സംവിധായകരോ അല്ലെങ്കിൽ സംഗീതജ്ഞന്മാരെ എത്രത്തോളം ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കർണാടക സംഗീതത്തിനൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ കച്ചേരിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഞാൻ കച്ചേരി വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ തൃശ്ശൂരിൽ ഈ വരുന്ന ഫെബ്രുവരി 17-ാം തീയതി എൻ്റെ മാഷ് തൃശ്ശൂർ ആർ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ കച്ചേരി വടക്കുന്നാഥനിൽ അവതരിപ്പിക്കുകയാണ് മാഷിൻ്റെ കൂടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കച്ചേരിയിലേക്ക് വരണം അല്ലെങ്കിൽ കച്ചേരി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം.